വേദിയിലെ മഹാൻ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഈ ധന്യമുഹൂർത്തത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഒരുക്കിയ ഈ ആഘോഷ പരിപാടികളെക്കുറിച്ച് എല്ലാവരും ഒരുപാട് സംസാരിക്കുകയും അതിൽ സംസാരിച്ച കൂടുതൽ ആളുകളും പ്രവാസ ജീവിതം നയിച്ചവരുമാണ്. ആ മേഖലയിൽ എത്തിപ്പെടാത്ത ഞാൻ ഏതായിരുന്നാലും ആ ഭാഗത്തേക്ക് കുറിച്ച് സംസാരിക്കുന്നില്ല. ഇതുപോലുള്ള കൂട്ടായ്മകൾ നമുക്കറിയാം, ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാടുകളിൽ നമുക്കറിയാം. കഴിഞ്ഞ ഒരു മുൻ കാലങ്ങളത്തേക്കാൾ കൂടുതൽ ഒരുപാട് ജനങ്ങളുണ്ട്. ആ ജനങ്ങൾക്കനുസരിച്ച് പ്രശ്നങ്ങളുമുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം കാണുകയും ഓരോരുത്തരുടെയും വിഷമങ്ങൾ മനസ്സിലാക്കുകയും ആ വിഷമങ്ങൾ മനസ്സിലാക്കി അവരുടെ ദുഃഖങ്ങളിലും വേദനകളിലും പങ്കുചേരാനും ഇതുപോലുള്ള കൂട്ടായ്മകൾ ഈ കാലഘട്ടത്തിൽ വളരെ കാലോചിതമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. കാരണം നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ സമ്പദ്ഘടനയുടെ വലിയൊരു ഭാഗമായിരുന്നു കാർഷിക രംഗം. ഇന്ന് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ മേഖല വളരെ പിന്നോക്കം പോയി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവിടെ അതിന് പരിഹാരമായി കൊണ്ടാണ് ഇന്ന് നമുക്കറിയാം, നമ്മുടെ ഓരോ വീടുകളിൽ നിന്നുമുള്ള ഒന്നോ രണ്ടോ ആളുകൾ ഗൾഫിൽ പോവുകയും അവരവിടെ അധ്വാനിച്ച് നമ്മുടെ ഈ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് അവരുടെ സമ്പത്ത് അയക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വരുമാന മാർഗം ഉണ്ടായിരുന്ന കൃഷി അറിയാതെ പോകുന്നു എന്നുള്ളൊരു ആശ്വാസമുണ്ട്. കാരണം നമുക്ക് പ്രവാസികൾ നൽകുന്ന വളരെ സ്തുത്യർഹമായ ഒരു സേവനമാണ്, ഒരു സാമ്പത്തിക നേട്ടം തന്നെയാണ് ഈ നാടിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇതുപോലുള്ള കൂട്ടായ്മകൾ, ഈ കൂട്ടായ്മ നമുക്കറിയാം 2-3 വർഷമായിട്ട് ആഘോഷവേളകളിലും മറ്റ് വേളകളിലും നമ്മുടെ ഈ UAE പ്രവാസ കൂട്ടായ്മയുടെ സുഹൃത്തുക്കള് നമ്മുടെ രോഗികളായി കിടക്കുന്ന ആളുകളുടെ അടുത്തേക്ക് അവരെ സന്ദർശിക്കാൻ പോകുന്നതും അവർക്ക് ആശ്വാസം നൽകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും, ആഘോഷവേളകളിൽ അവർക്ക് വേണ്ട, അവർ മനസ്സിലാക്കുന്നത് ഞാനും എൻ്റെ കുടുംബവും സുഖത്തോടു കൂടി ജീവിക്കുന്നുണ്ട്, അതുപോലെ എൻ്റെ അയൽവാസിയായ ആളുകൾ, എന്നോടൊപ്പം എത്താത്ത ആളുകളുണ്ട്, അവരുടെ പട്ടിണി കണ്ടറിയുക എന്നുള്ള ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനം ഈ 2-3 വർഷം വളരെ ചിട്ടയോടുകൂടി അവരോട് ഉള്ള സമയങ്ങളിൽ അവർ കൂട്ടത്തോടു കൂടി തന്നെ ആ വീടുകളിലേക്ക് പോകുന്ന കാഴ്ചയും അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന കാഴ്ചയും നമുക്കെല്ലാവർക്കും കാണാവുന്നതായിരുന്നു. ഏതായിരുന്നാലും ഇത്രയും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുന്ന ഈ UAE കൂട്ടായ്മക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട്
ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. അസീസാജി, സ്നേഹസമ്പന്നരായ സുഹൃത്തുക്കളെ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, UAE പ്രവാസി കൂട്ടായ്മയുടെ കർമ്മധീരരായ പ്രവർത്തകരെ, UAE പ്രവാസി കൂട്ടായ്മയുടെ 3ാം വാർഷികം വളപുരത്തിൻ്റെ മണ്ണിൽ ആഘോഷിക്കാൻ തയ്യാറായ നിങ്ങളെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഇന്ന് പ്രഭാതം മുതൽ വ്യത്യസ്ത സെഷനുകളായി തുടക്കമിട്ട ഈ പരിപാടിയുടെ അവസാന പ്രോഗ്രാമിന് വേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങൾ. ഏറ്റവും മനോഹരമായ ഒരു സായാഹ്നം നിങ്ങൾക്ക് സമ്മാനിക്കാൻ, ഒരു ഇശൽ സന്ധ്യ സമ്മാനിക്കാൻ UAE പ്രവാസി കൂട്ടായ്മ തയ്യാറായി കഴിഞ്ഞു. പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ എന്ന ഭാണ്ഡക്കെട്ടുകളുമായി കൂട്ടുകുടുംബങ്ങളെ വിട്ടകന്ന് പ്രവാസ ജീവിതം നയിക്കുന്ന പ്രവാസികൾക്കാണ് പ്രഥമ പരിഗണന എന്നാണ് നമ്മൾക്ക് ലഭിച്ച ക്ഷണക്കത്തിൻ്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ആ സൂചന തന്നെയാണ് ഈ കൂട്ടായ്മയുടെ വിജയത്തിന് കാരണവും. പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാസി ഇരുതല ഉരുകിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരി പോലെയാണ്. പ്രവാസിക്ക് കുടുംബജീവിതമില്ല, അതോടൊപ്പം സാമ്പത്തിക ഭദ്രതയുമില്ല. ആ സാമ്പത്തിക ഭദ്രതയില്ലാതെ തിരിച്ചു വരുന്ന പ്രവാസിക്ക് പ്രഷറും കൊളസ്ട്രോളും ഷുഗറുമായി തിരിച്ചു വരുമ്പോൾ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന അവസ്ഥയിൽ ഒരു സാമ്പത്തിക സഹായം നൽകാൻ ഈ കൂട്ടായ്മ തയ്യാറെടുക്കുന്നു എന്നുള്ളത് തന്നെ ഈ കൂട്ടായ്മയുടെ മറ്റൊരു മുഖമാണ്. മാത്രവുമല്ല, ഇന്ന് ഇവിടെ ആദരിക്കപ്പെട്ട വ്യക്തിത്വങ്ങൾ എന്നെയും നിങ്ങളെയും ഈ രൂപത്തിൽ ആകാൻ കാരണക്കാരായ അധ്യാപകരെയും കാർഷിക വൃത്തി കൊണ്ടും ആതുര സേവനം കൊണ്ടും സാമൂഹ്യ സേവനം കൊണ്ടും സ്വന്തമായി സംഭാവന നൽകാൻ കഴിഞ്ഞ കാർത്തിയാനിയെയും ഡോക്ടർ മൊയ്തുട്ടിക്കായെയും അതുപോലെ തന്നെ അധ്യാപകരെയും ആദരിക്കുന്നത് കൊണ്ട് ഒരു തലമുറയെ മറ്റൊരു തലമുറയുമായി കൂട്ടിയിണക്കാൻ സാധിച്ചു എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം. അധ്യാപകരെ അല്ലെങ്കിൽ മുതിർന്നവരെ ആദരിക്കുമ്പോൾ ഒന്ന് കയ്യടിക്കാനുള്ള പിശുക്ക് നമ്മൾ കാണിക്കരുത്. അത് അവരോട് കാണിക്കുന്ന അനീതിയാണ്. കാരണം എൻ്റെയും നിങ്ങളുടെയും നഗ്നമായ ചിത്രങ്ങൾ കണ്ട കാർത്തിയാനിക്ക് നമ്മളുടെ കയ്യടി വലുതല്ല, നമ്മളവരെ ആദരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സമൂഹം അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരം. വളപുരത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് പ്രോഗ്രാമുകൾക്ക് വേദിയായ സ്കൂൾ അങ്കണമാണിത്. വളപുരത്തിൻ്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടാനുള്ളൊരു അധ്യായം തുന്നിച്ചേർക്കാൻ ഈ പ്രവാസി കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ കൂട്ടായ്മയുടെ മറ്റൊരു വിജയം. സമയപരിമിതി കൊണ്ടും നിങ്ങൾ കാത്തിരിക്കുന്ന ഇശൽ സന്ധ്യക്ക് ഞാൻ വഴിമാറി തന്നുകൊണ്ട് എൻ്റെയും റിയാദിലെയും അതുപോലെ തന്നെ സൗദിയിലെ മുഴുവൻ പ്രവാസികളുടെയും പ്രതിനിധിയായി എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും. അധ്യക്ഷരെ, മറ്റു വിശേഷ വ്യക്തിത്വങ്ങളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, പ്രവാസ ജീവിതത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഈ സമയം അതിന് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഈ പ്രവാസി കൂട്ടായ്മയ്ക്ക് സർവ്വവിധ ആശംസകൾ നേർന്ന് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്. ആദരണീയ അധ്യക്ഷൻ അസീസാജി, മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ പ്രവാസി സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം? സത്യം പറഞ്ഞാൽ ഇതിൻ്റെ സംഘാടകർ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് തോന്നിയത് അതാണ്. കാരണം ഞാനൊരു പ്രവാസിയല്ല, ഒരു ജനപ്രതിനിധിയല്ല. അതേസമയം
ഈ നാടിൻ്റെ സ്പന്ദനങ്ങൾ തൊട്ടറിയാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു കാര്യം ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. മുമ്പ് ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടിനെ ഈ രീതിയിൽ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ കാണാമറയത്തിരുന്നു കൊണ്ട് ഒരു ശില്പിയായി ഈ പ്രവാസികൾ വർത്തിച്ചിട്ടുണ്ട് എന്ന കാര്യം യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സംരംഭവുമായിട്ട് സഹകരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചതും. മുമ്പും ഇവരുടെ ഒരു പ്രവർത്തനത്തിൽ ഞാൻ സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ സമയം വൈകിയതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. എൻ്റെ നിരീക്ഷണത്തിൽപ്പെട്ട എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ മാത്രം ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഇപ്പോൾ നിങ്ങൾ പല പ്രവർത്തനങ്ങളിലൂടെ ചെയ്യുന്നുണ്ട്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, മറ്റ് കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഭാഗഭാക്കാവുന്നുണ്ട് എന്ന് തന്നെയാണ്. അതേസമയം നിങ്ങളിലേക്ക് കൂടി ഒന്ന് തിരിഞ്ഞു നോക്കണം എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, നമുക്കറിയാം മുൻകാലങ്ങളിൽ ഈ ഒരു ഗൾഫുകാരൻ അല്ലെങ്കിൽ പ്രവാസി എന്ന് പറഞ്ഞാൽ ഒരു സിമ്പൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഫാൻറ്റസി എന്ന് പറയുന്നത് നമുക്കറിയാം. ഒരു ഹൈ ഹീൽഡ് ചെരുപ്പ്, ഒരു 3-5 സിഗരറ്റ്, അതുപോലെ തന്നെ കയ്യിലൊരു ടേപ്പ് റെക്കോർഡ്. ശരിക്കും അതൊരു സിമ്പിളായിട്ട് ഇപ്പോൾ എൻ്റെ മനസ്സിലൊക്കെ ഇപ്പോഴും നിൽക്കുന്ന ഒരു സംഭവമാണ് അത്. പക്ഷെ അതിൽ നിന്നൊക്കെ, ആ ഫാൻറ്റസിയിൽ നിന്നൊക്കെ ഇറങ്ങി ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ഇന്നത്തെ പ്രവാസികൾ എത്തിപ്പെട്ടിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതേസമയം തന്നെ നമുക്കറിയാം ഇന്നത്തെ ഈ വർണ്ണപ്പകിട്ട് ഒന്നും ശാശ്വതമല്ല ഇന്നത്തെ വർണ്ണപ്പകിട്ട് നാളെ ഉണ്ടായി എന്ന് വരില്ല. അതുകൊണ്ട് ഒരു നാളേക്ക് വേണ്ടിയുള്ള ഒരു കരുതിയിരിപ്പ് അതിലും നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധ പതിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. മറ്റൊന്ന്, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വസന്തകാലം മുഴുവൻ ആ മണലാരണ്യത്തിൽ ചെലവഴിച്ച് അവസാനം ഈ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ കൂടപ്പിറപ്പായിട്ട് കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഒരു പിടി രോഗങ്ങൾ. പക്ഷേ ഈ രോഗങ്ങൾ കൂടുതലും എൻ്റെ നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം സ്വയം നിങ്ങൾ ശ്രദ്ധിക്കാതെ വരുത്തി വെച്ചതാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നമുക്കറിയാം ഈ മാറിയ ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. നിങ്ങളുടെ ജോലി തിരക്ക് കാരണങ്ങൾ കൃത്യമായ ഭക്ഷണ രീതി ഉണ്ടാവില്ല. അവ പറ്റിയ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് ഭക്ഷണരീതിയുമായി പൊരുത്തപ്പെട്ട് പോവുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, അതോടൊപ്പം പുതിയ രുചി വൈവിധ്യങ്ങൾ കാണുമ്പോൾ അറിയാതെ അതിലേക്ക് അങ്ങ് അടുത്തു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പലതും അപകടങ്ങളിലേക്കുള്ള ഒരു പോക്കാണെന്ന് പലപ്പോഴും പലരും മനസ്സിലാക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, പ്രത്യേകിച്ചും ജീവിതശൈലി രോഗങ്ങൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. ഇത്തരം ആഘോഷങ്ങളും ഇത്തരം ഉല്ലാസ പരിപാടികളും നല്ലത് തന്നെ, തീർച്ചയായിട്ടും അത് അഭിനന്ദനാർഹം തന്നെ. നിങ്ങളുടെ ആ ഒരു മാനസിക സമ്മർദ്ദത്തിൽ നിന്നും ഒരു ഒഴിവ് നേടാനുള്ള ഒരു അവസരം കൂടിയാണ്. അതൊക്കെ തന്നെ ശരി തന്നെ. അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാധാന്യം കൂടി നിങ്ങളെ ഈ കൂട്ടായ്മകൾ ഉൾപ്പെടുത്തണം. പ്രത്യേകിച്ചും ഇപ്പോൾ മുരളിമാസനെ സൂചിപ്പിക്കുകയുണ്ടായി, ഈ ബോധവൽക്കരണ ക്ലാസ്സുകൾ, പ്രത്യേകിച്ചും ആരോഗ്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ നിങ്ങളെ കൂട്ടായ്മകളിൽ അതിനെപ്പറ്റി ആളെ ഉൾപ്പെടുത്തി ക്ലാസ്സുകൾ എടുപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ, ഒരു ചിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് അതിന് കഴിയണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ ഒരു അവസരത്തിൽ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും മാമന്മാരും ഉപ്പയൊക്കെ പ്രവാസികളായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗൾഫ് മിഠായിയിലോ അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടത്തിലോ എന്നും ഓർത്തിരുന്ന ഒരാളായിരുന്നു ഞാൻ. എന്നാൽ പ്രവാസത്തിൻ്റെ ആ തീക്ഷ്ണത ഞാൻ മനസ്സിലാക്കുന്നത് 7ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ ബെന്യാമിൻ്റെ ആടുജീവിതം വായിക്കുകയുണ്ടായി. അന്നൊക്കെ വീട്ടിൽ മാമന്മാർ സലാം കൊടിയത്തീരിൻ്റെ ടെലിഫിലിംസിൻ്റെ കാസറ്റ് കൊണ്ടുവരായിരുന്നു. അന്നൊക്കെയാണ് ഈ പ്രവാസികൾ അനുഭവിക്കുന്ന ആ ദുരിതം, ആ ഒരു മാനസിക സമ്മർദ്ദം, അതൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇവിടെ മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി കേരളത്തിന് പ്രവാസികൾ ലാഭം മാത്രം നൽകിയിട്ടുള്ളൂ. പക്ഷേ ഒരു കാഴ്ചപ്പാടിൽ ഈ പ്രവാസി ജീവിതം മലയാളിയായ പ്രവാസിക്ക് സമ്മാനിച്ചത് ഗൃഹാതുരതകളുടെ ഒരുപാട് നഷ്ടങ്ങളായിരുന്നു.
അത് അനുഭവിക്കുന്നവർക്കറിയാം. ഞാൻ കൂടുതൽ വിസ്തരിച്ച് പറയുന്നില്ല, എനിക്ക് അറിയില്ല അതിൻ്റെത്. എങ്കിലും ഒരു കാഴ്ചക്കാരി എന്ന നിലയ്ക്ക് അതിൽ ഞാൻ വളരെയധികം വിഷമിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഇത്തരം പ്രവാസി കൂട്ടായ്മകൾ വിജയിക്കുന്നത്. ഒരുപാട് പറയാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ത്രോട്ട് പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നീട്ടിപ്പരത്തി പറയാൻ ആഗ്രഹിക്കില്ല. എന്തായാലും വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് എൻ്റെ വിജയത്തെ അംഗീകരിച്ചതിൽ, അതിനുള്ള സന്മനസ് കാണിച്ചതിൽ. ഏതായാലും ഈ സംഘത്തിന് എൻ്റെ എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അസീസാജി, ജമാൽ മാസ്റ്റർ, വേദിയിലെ ആദരണീയ വ്യക്തിത്വങ്ങളെ, നല്ലവരായ നാട്ടുകാരെ, UAE വളപുരം പ്രവാസി കൂട്ടായ്മയുടെ സജീവരായ പ്രവർത്തകരെ, സഹോദരന്മാരെ, ഒന്ന് രണ്ട് പ്രഭാഷകർ സൂചിപ്പിച്ചതുപോലെ പ്രവാസികളുടെ ഒരു മീറ്റിങ്ങിൽ ഇവിടെ നിൽക്കാൻ അർഹതയില്ലാത്ത ഒരാളാണ് ഞാനും. പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടല്ല, പകരം ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ രംഗങ്ങളിൽ പഠന മേഖലയുമായി ഇടപെട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയും അതുതന്നെ ജോലിക്ക് കാരണമാവുകയും ഒക്കെ ചെയ്തപ്പോൾ അത്തരം മലപ്പുറം ജില്ലയിൽ ജനിച്ചാൽ ഒന്ന് ഗൾഫിൽ പോകണം എന്നാണ് സാധാരണ കുട്ടികളും വലിയവരൊക്കെ പറയാറുള്ളത്. അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് പോകണം. വളപുരം ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ UAEയിലും ഖത്തറിലും കുവൈത്തിലും സൗദി അറേബ്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലും ഒമാനിലും ഒക്കെ തന്നെയാണ്. നാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിലും നാം അണിഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്ത്രത്തിലുമൊക്കെയും യഥാർത്ഥത്തിൽ ഇതിൻ്റെ മണമുണ്ട്. അതുകൊണ്ട് ഗൾഫ് രാജ്യത്തിൻ്റെ ഈ പണത്തിന് മുമ്പിൽ നമ്മുടെ എല്ലാം സമർപ്പിക്കാൻ മാത്രം വിധേയത്വം ഉള്ളവരാണ് നമ്മൾ എന്നത് എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ്. കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ മറ്റൊരു അർഹത പരാമർശിക്കുന്നത് നന്നായിരിക്കുമെന്ന്. വളപുരം UAE പ്രവാസി കൂട്ടായ്മ ഇതുപോലെ 2014 ജനുവരി 31 UAEയിൽ വെച്ച് അതിൻ്റെ 1ാം വാർഷികം ആഘോഷിച്ചിരുന്നു. അന്നത്തേക്ക് സന്തോഷകരമായി ഒരു സുവനീർ പ്രകാശിക്കാൻ അതിൻ്റെ പ്രവർത്തകർക്ക് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്താണ് UAEയിലുള്ള പ്രവർത്തകർ, ഗൾഫിലുള്ള പ്രവർത്തകർ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് ഈ സുവനീറിൻ്റെ താളുകളിലുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ അതിൽ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു മാസത്തെ ഉറക്കം കൊണ്ട്, ഒരു മാസത്തെ കഠിന പ്രവർത്തനം കൊണ്ട് അങ്ങനെ ഒന്ന് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇവിടെ നിൽക്കാൻ എന്നെ അർഹനാക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആവർത്തനങ്ങൾക്ക് പ്രസക്തിയില്ലാത്തത് കൊണ്ടും സമയം പരിമിതി ഉള്ളതുകൊണ്ടും ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നിങ്ങളുടെ ഈ കൂട്ടായ്മ വളപുരത്തിൻ്റെ പുരോഗതിയിൽ ഇനിയും ഒരുപാട് നന്മകൾ ഉണ്ടാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതിലപ്പുറം ഒരുപാട് പരിമിതികളുണ്ട്, കുറവുകളുണ്ട് എന്ന് എനിക്കറിയാം, നിങ്ങൾക്കുമറിയാം. തിരുത്താൻ ഇനിയും ധാരാളമുണ്ട്. തീർച്ചയായും പ്രവർത്തിക്കുന്നവർക്കേ തിരുത്താനുണ്ടാകൂ. ആരും ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഒന്നും തിരുത്താനുണ്ടാവില്ല. അതുകൊണ്ട് ഒരുപാട് ചെയ്യുമ്പോൾ പല കുറവുകളും സംഭവിച്ചേക്കാം. പക്ഷേ ഈ കുറവുകളൊക്കെയും അത് നികത്താനുള്ള അടുത്ത പ്രചോദനങ്ങളായി മാറുകയും നാട്ടിൻ്റെ പുരോഗതിക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കാൻ ഇനിയും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളപുരത്തുകാർക്ക്, ഈ കൂട്ടായ്മക്കാർക്ക് ഇവിടം വിട്ടാൽ UAEയിലെത്തിയാലും മറ്റൊരു വളപുരത്തെ അനുഭവിക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. യാതൊരു മാനസിക സംഘർഷവുമില്ലാതെ വീട് വിട്ടാൽ മറ്റൊരു വീട് എന്ന തലത്തിൽ തന്നെ അനുഭവിക്കാൻ കഴിയുന്നു എന്നത് മറ്റു ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് തികച്ചും പ്രചോദനമാണ്. ഒരു മത്സരബുദ്ധിയോടെ ഇതിനെ എടുക്കുകയും പുതിയ കൂട്ടായ്മകൾ ഉണ്ടാവുകയും ഇവിടുത്തെ സ്ത്രീകൾ ഒരു പക്ഷേ ആഗ്രഹിക്കുന്നുണ്ടാവാം എല്ലാ വർഷവും ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കണമെന്ന്. കാരണം എല്ലാവരുടെയും ഭർത്താക്കന്മാർ എല്ലാ വർഷവും നാട്ടിൽ വരാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് എല്ലാവർക്കും അത്തരത്തിലുള്ള കൂട്ടായ്മകൾ ധാരാളമായിട്ട് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. പ്രകാശനത്തിന് ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ അബൂബക്കർ മാഷ്. അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഞങ്ങൾ പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അടുത്തതായി കൂട്ടായ്മയുടെ
ഒരു ചെറിയ ഉപഹാരം, ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, അതുമായിട്ട് അതിൻ്റെ ബാക്കി ടേബിൾ അങ്ങനെ എല്ലാം കൂടി അടങ്ങിയ ഒരു കമ്പ്യൂട്ടർ ഞങ്ങൾ സ്കൂളിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് PTA പ്രസിഡൻറ്റിനെ ക്ഷണിക്കുന്നു. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടായ്മയുടെ കമ്മിറ്റി മെമ്പേഴ്സിനെ എല്ലാവരെയും ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. എന്താണ് കൂട്ടായ്മ? എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാവും, എന്താണ് ഈ കൂട്ടായ്മ എന്നുള്ളത് എല്ലാവരും ഒരു മനസ്സിലുള്ളൊരു ചോദ്യക്കാരൻ. എന്താണ് കൂട്ടായ്മ? കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ, കൂട്ടായ്മ രൂപീകരിക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, കുറച്ച് ചെറുപ്പക്കാർ UAE-യിലുണ്ട് എന്നറിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഒരു 5-6 പേര് എല്ലാ വ്യാഴാഴ്ചകളിലും കൂടും. എല്ലാ വ്യാഴാഴ്ചകളിലും കൂടുന്ന സമയത്ത് എന്നും ഞങ്ങൾ ചിന്തിക്കും, എന്താ നമുക്ക് എല്ലാവർക്കും പാടെ വളപുരത്തുള്ള ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയാൽ. ഞാനുണ്ടാവും, ഇസ്മായിൽ ഉണ്ടാവും, മൂസ ഉണ്ടാവും, ഹൈദർ ഉണ്ടാവും. നൗഷാദിന് ചിലപ്പം വിളിച്ചാൽ പറയും ഞാൻ നോക്കട്ടെ, ഞാൻ ചിലപ്പം വരാം. ഓൾക്ക് അധികം വരലില്ല, ഓന് രാത്രി വരാൻ ചെറിയൊരു പേടിയാണ്, കാരണം ഫാമിലി അയക്കൂല, അങ്ങനെ ഒരു പേടിയാണ്. അപ്പോൾ എന്നാലും ഞങ്ങൾ നേരം വെളുക്കോളം ഇരുന്ന് ചർച്ച നടത്തും. അപ്പോൾ ഇസ്മായിലിനെയൊക്കെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ വളപുരം കമ്പനി ഇട്ട് വളപുരം, വേറൊരു ചിന്തയൊന്നും ഓൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഓനെ സംബന്ധിച്ച് കൂട്ടായ്മ എന്താണെന്നോ അല്ലെങ്കിൽ ആൾക്കാരെ തട്ടിക്കൂട്ട് എന്താണെന്നൊന്നും ഓൻ അറിഞ്ഞിരുന്നില്ല. അന്ന് നമ്മളെ ഇന്നത്തെ മികച്ച ചെറുപ്പക്കാരായ റഫീഖ് അലി, അലി, റഫി അവരൊന്നും കൂട്ടായ്മയിൽ അംഗത്വം എടുത്തിട്ടില്ല. ഇപ്പോൾ പിന്നെ നമ്മളൊക്കെ ബാക്കിക്ക് നിന്നാലും കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഓടി താമ്പിച്ച പോത്തുണ്ടല്ലോ, KVയുടെ പോത്ത് അല്ലെങ്കിൽ KLയുടെ പോത്ത് ഓട്ടം നിർത്തിയാൽ ഇങ്ങോട്ട് മാറ്റി നിർത്തണം എന്നാണ് പറയുക. പിന്നെ ഓടിയിട്ട് കാര്യമില്ല, അതേമാതിരിയാണ്. ഇപ്പം നമ്മളൊക്കെ മുന്നിൽ ഓടാൻ പറ്റിയ കഴിവും ആരോഗ്യവും ഓടാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അന്നത്തെ ആ ചിന്ത ഞങ്ങളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ജമാൽ മാഷി, അതേമാതിരി കോൺട്രാക്ടർ മീതിയാക്ക, പിന്നെ പുലാമന്തുള്ള കാക്കാൻ്റെ പേര് എനിക്കറിയില്ല, കേക്കിയിലെ മൈമൂട്ടി അജി, അങ്ങനെ 3 പേരും വന്നു. അപ്പം ഞങ്ങൾ ഇസ്മായിലും ഞങ്ങളൊക്കെ പാടെ പറഞ്ഞു, ജമാൽ മാഷ്ക്ക് നമുക്കൊരു ലഞ്ച് കൊടുത്താൽ എന്താ, നമ്മളെ തീരുമാനം ലഞ്ച് കൊടുത്താൽ. അങ്ങനെ ഞങ്ങളൊരു ലഞ്ച് കൊടുക്കുന്നുണ്ടായി. ആ ലഞ്ച് കൊടുത്തപ്പോൾ ജമാൽ മാഷ് പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയും ആൾക്കാരൊക്കെ തട്ടിക്കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൂടെ. പക്ഷെ ഞങ്ങളെ ഉള്ളിൽ ഈ ആശയം തട്ടിക്കളിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിരുന്നു. പക്ഷേ കൂട്ടായ്മ എങ്ങനെ ഉണ്ടാക്കുക, എങ്ങനെ സംഘടിപ്പിക്കും, എങ്ങനെ ആളുകളെ കണ്ടെത്തും, എങ്ങനെ ആളുകളെ അടുത്ത് പോവും എന്നൊക്കെയുള്ള ചിന്തയിലായിരുന്നു. എല്ലാ വ്യാഴാഴ്ചകളിലും ഒഴിവുള്ള ആളുകളൊക്കെ ഓരോ മേഖലയ്ക്ക്, റാസൽ ഖൈമ, ഫുജൈറ, അതേമാതിരി ഉമ്മുൽ ഖൊയ്ൻ, ഷാർജ, അബുദാബി, അലൈൻ, അങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഞങ്ങൾ ഓടൽ തുടങ്ങി. ഓരോ പ്രവർത്തകരെയും മുക്കിലും മൂലയിലും പോയിട്ട് ഞങ്ങൾ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഒരു വ്യക്തിയെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്, നമ്മളെ കൊങ്കത്ത് മരക്കാരാക്കാം. ഞങ്ങൾ റാസൽ കൈമയിൽ പോയ സമയത്ത് ആദ്യമായിട്ട് കൊങ്കത്ത് മരക്കാരാക്കാൻ്റെ അടുത്താണ് റാസൽ കൈമയിൽ പോണത്. മരക്കാരാക്കാനോട് ഞങ്ങളിങ്ങനെ കൂട്ടായ്മൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞതിന് മരക്കാരാക്ക ഇങ്ങനെ ഒരു പേടി മൂപ്പര മനസ്സിൽ. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി പിരിവാണ് പ്രശ്നമെന്ന്. അപ്പം ഞങ്ങൾ മൂപ്പരോട് ഇങ്ങനെ കാര്യം പറഞ്ഞ്, മരക്കാരാക്ക ഞങ്ങളിങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നുണ്ട്, ഞങ്ങളൊരു മാസം 10 റുപ്യ വരിസംഖ്യ ഉദ്ദേശിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളെ തീരുമാനം, നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ അഭിപ്രായം? അതിന് മരക്കാരാക്ക ഞങ്ങൾക്ക് തന്നൊരു വലിയൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അതിൽ എന്താണെന്നറിയോ, എടാ നിങ്ങൾ വന്നപ്പോൾ ഭയങ്കര പേടിയില്ലേ, നിങ്ങൾ വലിയൊരു പിരിവിനാണെന്ന്, 10 റുപ്യ നിങ്ങൾക്ക് 15 മാസം ആക്കിക്കൂടാണ്. അതാണ് ഞങ്ങൾ കൂട്ടായ്മേൻ്റെ ആദ്യത്തെ ചുവടുവെപ്പിനുള്ള ഞങ്ങളെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ. കാരണം പിന്നെ ഞങ്ങൾ മരക്കാരാക്കാൻ്റെ അടുത്ത് പോയപ്പോൾ വീണ്ടും മരക്കാരാക്ക പറഞ്ഞു 10 റുപ്യ കൂട്ടി നമുക്ക് 20 ആക്കിക്കൂടെ. ഞാൻ മരക്കാരാക്കാനെ കാണുമ്പോൾ മൂപ്പര് അധ്വാനത്തിൽ വിയർത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. അയാളുടെ പണി എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള പണിയൊന്നുമല്ല. എല്ലാ പ്രവാസികളും ഞങ്ങളൊക്കെ പണി നിങ്ങൾ കാണുമ്പോൾ കരുതും നിങ്ങൾ ഭയങ്കര സുഖമാണ്, ഞങ്ങളിവിടെ ഇങ്ങനെ മാറ്റി പൗഡറും കൺവെൻഷനൊക്കെ എഴുതി സ്പ്രേ ഒക്കെ പൂസി ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ കരുതും ഇവലെ പോലെ പൗറും ചൊറുക്കും ഇവലെ പോലെ സുഖമുള്ള ആൾക്കാരാരുമില്ല. എന്നാൽ ഈ പ്രവാസികളെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ചിലപ്പോൾ ഒരു ലീവ് ഉണ്ടാവും. ലീവിനിങ്ങനെ ഞാൻ കൂട്ടായ്മക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കാരം നമ്മളെ കമ്പനിയിൽ നിന്നൊരു വിളി,
ആ പെട്ടെന്ന് പോരണം, ഇന്ന് പണി ലീവ് ക്യാൻസൽ ആയിക്കോളൂ, പെട്ടെന്ന് പോരണം. അപ്പം നമുക്ക് പാസ്പോർട്ടിൽ ആ പേജ് ചീന്തി കൊടുത്തിട്ട് പോരാൻ തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പവർ എടുത്ത് പോവുക. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു പണ്ടാറടങ്ങ ഒരു സെൽഫി ഉണ്ട്, പോകുമ്പത്തിന് തുടങ്ങും ഓല് സെൽഫി ഇടല്. ഒരു 10-15 സെൽഫി 5 മിനിറ്റ് ആയിട്ട്. ഈ സെൽഫി കണ്ടാൽ പിന്നെ നമുക്ക് പണിയെടുക്കാൻ പറ്റുമോ? നമ്മളെ മനസ്സിൽ ഫുള്ള് ഈ വേദനയ്ക്കാരം. ഞാൻ അബുദാബിയിൽ ഞങ്ങളൊരു മീറ്റിംഗ് വെച്ച സമയത്ത് എല്ലാം തട്ടിക്കൂട്ടി പോകാൻ നേരത്ത് എനിക്ക് പണി കിട്ടി. ഞങ്ങൾ 10-20 ആൾ അബുദാബിക്ക് പോയിരുന്നു. ആ സമയത്താണ് പണി വന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു പണി വിട്ടൊരു കളി നമ്മൾ ആരും കളിക്കാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നല്ല പണി നല്ല സുഖമൊന്നുമില്ലെങ്കിലും നമ്മളൊക്കെ ഒരുപാട് സമ്പാദിക്കുന്നത് നമ്മളെ ജോലിയിൽ നിന്ന് തന്നെയാണ്. 99.9 പ്രവാസികളും സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളിങ്ങോട്ട് വരുമ്പോഴത്തേന് പറയും പള്ളിപ്പണിക്കൊരു 10 ചാക്ക് സിമെൻറ്റ് എൻ്റെ വകവാണ് കേട്ടോ. ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഗവൺമെൻറ് ജോലിയിൽ ശമ്പളം വാങ്ങുന്ന ആൾക്കാർ, മിനിമം 30,000 രൂപ സാലറി വാങ്ങുന്ന ആൾക്കാർ പള്ളിപ്പണിക്ക് എത്ര പിരിവ് കൊടുക്കലെന്ന് വെച്ചാൽ 50 റുപ്യ, മാക്സിമം പറഞ്ഞാൽ 100 റുപ്യ. ഞാൻ അതിലപ്പുറം വലിഞ്ഞു വന്ന 500 റുപ്യ. നേരെ മറിച്ച് 800 രൂപ സാലറി വാങ്ങുന്ന ഒരു പ്രവാസിയുടെ നിന്ന് പിരിവിടുക. രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, മതസംഘടന ആയിക്കോട്ടെ, അമ്പലമായിക്കോട്ടെ, പള്ളി ആയിക്കോട്ടെ, പിരിവ് ചോദിക്കുക എന്താണെന്ന് അറിയാം? ഒരു 10 ചാക്ക് സിമെൻറ്റ് അല്ലെങ്കിൽ ഒരു ലോഡ് മണൽ എൻ്റെ വകയാണ്. പറയാനും കേൾക്കാനൊക്കെ നല്ല സുഖം. ഞങ്ങളാണെങ്കിൽ പൊളയെന്നറിഞ്ഞ് അല്ലെങ്കിൽ കുഞ്ഞാപ്പു അല്ലെങ്കിൽ വണ്ണം വെച്ചിട്ട് ആയിക്കോട്ടെ ഒരു ചാക്ക് മതി വെച്ചു. അപ്പം നിങ്ങൾ ഇവന് ഭയങ്കര സുഖമാണ്. പ്രവാസികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും ഒരു വലിയൊരു വീട് വെക്കും. ആ വീടാണ് വെച്ചാൽ ഓൻ്റെ പൂതി ജീവിച്ചാനും തിന്നാനും കുടിച്ചാനും ഒക്കെ ആയി എന്നാണ്. എല്ലാവരോടും ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ പ്രസംഗ ശൈലിയൊന്നും അത്ര നല്ലതൊന്നുമല്ല. കാരണം ഞാൻ പണ്ടുർമാലിൽ പണ്ട് നന്ദി പറഞ്ഞത് എനിക്കിപ്പോഴും ആൾക്കാർ കണ്ട ചീത്ത പറയലുണ്ട്. അപ്പോൾ പ്രസംഗമൊന്നുമല്ല, ഞാൻ സാധാ ശൈലിയിൽ പറയണം, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. അതിൻ്റെ ചീത്തപ്പോഴും വരലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ സാധാരണ ഒരു പ്രവാസി ഗൾഫിൽ പോയാൽ ഒരു വീട് പണിയാണ് അവൻ്റെ ആദ്യത്തെ സ്വപ്നം. ആദ്യത്തെ സ്വപ്നം അവസാനത്തെ സ്വപ്നം അത് തന്നെയാണ്. ആദ്യത്തെ സ്വപ്നം എന്ന് പറഞ്ഞാൽ പിന്നെ അവസാനത്തെ സ്വപ്നം എന്ന് പറയാൻ കാരണമുണ്ട്. ഈ വീട് പണിയിൽ കടം ആയി ലോൺ എടുത്ത് ഇതിൻ്റെ കടം വീട്ടി ഓന് ഇവിടെ എത്തി. പിന്നെ വേറൊരു സ്വപ്നമില്ലല്ലോ ഓന്. ഒരു 800, 900, 1000 റുപ്യ ശമ്പളമുള്ള ആൾ 2500, 2800 സ്ക്വയർ ഫീറ്റുള്ള വീടാണ് വെക്കുക. പിന്നെ ആൾക്കാർ പിരിവ് വയ്ക്കണതിന് കുറ്റം പറയാൻ പറ്റുമല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും പാടെ ചിന്തിച്ചു കൂട്ടി ഈ 800, 1000, 1200 സാലറി ശമ്പളം വാങ്ങുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു സമ്പാദ്യം ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കും? ഞങ്ങൾക്കൊന്നും സഹായിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ മറ്റവർക്ക് ഞങ്ങൾക്ക് ഏകദേശം ഒരു റേഞ്ചിലാകുമ്പോൾ ഞങ്ങൾക്കൊന്നും സഹായിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും? അങ്ങനെ നിൽക്കുന്ന സമയത്താണ് 100 രൂപ മാസം എല്ലാവരും ഒരു ഫണ്ടിക്ക് അടക്കുക എന്നുള്ള തീരുമാനം വരുന്നത്. കാശുള്ളവർ 200 അടക്കട്ടെ, അല്ലെങ്കിൽ ഒന്നും കഴിയാത്തവർ 100 അടക്കട്ടെ എന്ന് തീരുമാനിച്ച്. അങ്ങനെ ഭയങ്കരമായ വിജയം ഞങ്ങൾ ആ ഫണ്ടിൽ കണ്ടു എന്നല്ല, അന്ന് ഞങ്ങൾ വളപുരത്തൊരു സ്ഥലം വാങ്ങി ആ ഫണ്ടിൻ്റെ പൈസ കൊണ്ട്. ഇന്ന് ആ സ്ഥലം ഞങ്ങളെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ആ ഫണ്ട് അവസാനിച്ചതിൽ തന്നെ വേറൊരു ഫണ്ട് കിട്ടും. ഞങ്ങൾക്ക് ഒന്നും കൂടി പിന്നെ ചെറിയൊരു അഹങ്കാരമൊക്കെ കൂടി ഈ 100, 200 പോയി 300 എത്തി. അങ്ങനെയുള്ള വളർച്ച. ആ 300-ൽ ഞങ്ങൾ തുടങ്ങി. അൽഹംദുലില്ലാ ഇന്ന് ഞങ്ങളെ കൂട്ടായ്മക്ക് ഞങ്ങൾക്ക് ചെറിയൊരു അഹങ്കാരത്തോടു കൂടി തന്നെ പറയാം 1 കോടി റുപ്യ ആസ്തി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുക്കാൻ പിടിച്ച് ഇത്രയും വളർത്തിയ ഒരുപാട് ആൾക്കാരെ വേർപ്പുണ്ട്. നിങ്ങളെല്ലാവരും മുഖചിത്രം നോക്കിയിട്ട് കൂട്ടായ്മേനെ വിലയിരുത്തരുത്. നിങ്ങൾ ചില ആൾക്കാർ ഒരു സെക്രട്ടറി കുഞ്ഞാവേണ്, പ്രസിഡന്റ് നാസറാണ്, ആ കൂട്ടായ്മയിൽ കൂടരുത് അറിയും. ഞാൻ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇന്നലെ ഒരാൾ ചോദിച്ചിട്ട് കൂട്ടായ്മേൻ്റെ കമ്മിറ്റി ആജീവനാന്താണോ? കൂട്ടായ്മൻ്റെ ഉള്ളിൽ ആർക്കും ആജീവനാന്ത കമ്മിറ്റിയാണോ, കൂട്ടായ്മൻ്റെ സെക്രട്ടറി ആരോ പ്രസിഡൻ്റ് ആരാന്നോ ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷേ നാട്ടിലുള്ള പല ആൾക്കാർക്കും അത് ഭയങ്കര ഒരു വിഷമമായി കാണുമ്പോൾ ഞങ്ങൾക്ക് അതിലേറെ സങ്കടമാണ്. കാരണം ഞങ്ങളെ മെമ്പർമാർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് ഞങ്ങൾ സന്തോഷത്തിലാണ്. 1 കോടി ആസ്തിയുള്ളൊരു കൂട്ടായ്മ ആയി എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ അസീസാജിയും ഞാനും അതേമാതിരി ഇസ്മായിലാണെങ്കിലും ഇവിടെ എല്ലാ ചെറുപ്പക്കാരും ഒരേ തുല്യനീതി, തുല്യത, എല്ലാവർക്കും ഒരേ സംഖ്യയാണ്. ഇതിൽ പൈസ ഉള്ള ആൾക്കാരാണ്, പൈസ ഇല്ലാത്ത ആൾക്കാരാണ് വെച്ചിട്ട് ആർക്കും ഒരു കൂടുതൽ പവറോ അല്ലെങ്കിൽ അയാൾക്ക് കൂടുതൽ ഒരു പ്രത്യേക അധികാരമൊന്നും കൊടുത്തിട്ടില്ല. എല്ലാവർക്കും ഒരേ അധികാരമാണ്. അതിൽ ഞങ്ങളെക്കായും കൂടുതൽ കർശന നിലപാടുള്ള ആൾക്കാരാണ് അസീസ്ക്കായാലും
പഴക്കൽ സൈദൽവിയൊക്കെ ആണെങ്കിലും അതേമാതിരി തന്നെ PTS അഷറഫാക്കെ ആണെങ്കിലും അവരൊക്കെ ഞങ്ങളോട് പറഞ്ഞു തരൽ എന്താണെന്ന് വെച്ചാൽ, എടാ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളെ പിന്നിൽ ഞങ്ങളുണ്ട്. ഞങ്ങൾക്കറിയാലോ ഇങ്ങനത്തെ 2-3 വമ്പൻ സ്രാവുകളൊക്കെ നമ്മളൊപ്പം ഉണ്ട്. നമുക്ക് എന്തിനാ പേടിച്ചിന്? അവിടെ ചെന്നിട്ട് പോയി ചോദിച്ചാൽ നമ്മൾ ചെന്ന് ഇത്ര റുപ്യ കാട്ടിക്കാണിടാന്ന് പറഞ്ഞാൽ ഓല് തരും എന്നുള്ളൊരു ധൈര്യം തന്നെയാണ് നമ്മൾ ഈ കൂട്ടായ്മ എത്രത്തോളം മുന്നോട്ട് പോയതും. കാരണം ഞങ്ങൾ ഇന്നേ വരെ പോയി ചോദിച്ചിട്ട് ഞങ്ങളെ ഇന്നേ വരെ ഓലാരും തള്ളിയിട്ട് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ വിജയം. അസീസ് ഖാൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ഇപ്രാവശ്യം ഈ കൂട്ടായ്മൻ്റെ കാര്യം പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൂട്ടായ്മയിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു ഇതുണ്ട്, അസീസ് ഖാനായിട്ട് സംസാരിക്കാൻ എനിക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന്. കാരണം എനിക്ക് ഭയങ്കര ഇംഗ്ലീഷൊക്കെ അറിയാലോ. കാരണം 10ാം ക്ലാസ്സും ഗുസ്തിയായിട്ട് ഇവിടുന്ന് കയറിപ്പോയാൽ നമുക്ക് ഭയങ്കരമായിട്ട് അറിയുന്ന ആളാണല്ലോ. അതുകൊണ്ട് എല്ലാ സമയത്തും ഇസ്മായിലൊക്കെ പറയാം ഇജില്ലാതെ ശരിയാവില്ല. ഐദർ പറയാം ഹേ കുഞ്ഞാവല്ലാതെ അസീസ് ഖാൻ്റെ അടുത്തേക്ക് പോയിട്ട് കാര്യമില്ല. അസീസ് ഖാൻ്റെ അടുത്തേക്ക് ആര് പോയാലും നടക്കും. പക്ഷേ ഓലെന്താണെന്ന് അറിയാം, നമ്മളൊരു സുഖിപ്പിക്കലാണ്. കാരണം എനിക്കറിയാം എനിക്കും ആ സുഖം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണല്ലോ, നമുക്ക് ഒരാളൊരു സുഖം തരുമ്പോൾ എന്തിനാണ് നമ്മൾ നശിപ്പിക്കണത്? അപ്പോൾ ഞങ്ങളെല്ലാവരും പാടെ പോയിട്ട് അസീസ് ഖാൻ പറഞ്ഞു നമ്മളെ കൂട്ടായ്മൻ്റെ 3ാം വാർഷികമാണ്. 1ഉം 2ഉം വാർഷികം. 1ാം വാർഷികം ദുബായിൽ വെച്ച് ഭയങ്കര ഗംഭീരമായിട്ട് ഞങ്ങൾ നടത്തി. 2ാം വാർഷികം അബുദാബിയിൽ വെച്ച് ഞങ്ങൾ വളരെ ഗംഭീരമായിട്ട് നടത്തി. 3ാം വാർഷികം നാട്ടിൽ നടത്തുക എന്നുള്ളത് ഞങ്ങൾ വളരെ ഈസി ആയിട്ടാണ് കണ്ടത്. പക്ഷേ ഞങ്ങൾ ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടത് ഈ കൂട്ടായ്മയാണ്. കാരണം നമ്മളെ നാട് ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കണം. കാരണം ഇത് പറയാതിരിക്കാൻ വയ്യ, സുഹൃത്ത് ബന്ധങ്ങളെക്കായും വലുതായി രാഷ്ട്രീയം മാറിയിട്ടുണ്ട്. എല്ലാ ചെറുപ്പക്കാരോടും ഞാൻ പറയാണ്, എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. രാഷ്ട്രീയമൊക്കെ വേണം, രാഷ്ട്രീയം വേണ്ടെന്നൊന്നും പറയില്ല. രാഷ്ട്രീയമൊക്കെ അവനാൻ്റെ ഇഷ്ടമാണ്. പക്ഷേ രാഷ്ട്രീയം വരുന്ന സമയത്ത് അത് കഴിഞ്ഞാൽ നമ്മളൊക്കെ നാട്ടുകാരാണ്, നമ്മളൊക്കെ സുഹൃത്തുക്കളാണ്, നമ്മളൊക്കെ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച ആൾക്കാരാണ്. നമുക്ക് ഏറ്റവും വലിയ സൗഹൃദമാണ്. രാഷ്ട്രീയത്തിലൊക്കെ അപ്പുറം ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയം കൊണ്ട് നമ്മളൊക്കെ എന്ത് നേടി? അതിന് ചോദിച്ചാൽ ആർക്കും ഉത്തരമല്ല. എന്താണ് നമ്മൾ രാഷ്ട്രീയം കൊണ്ട് നമ്മൾ നേടി? ഒന്നും നേടിയിട്ടില്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയണേ, രാഷ്ട്രീയം കൊണ്ട് ഞാൻ ഒന്നും നേടിയിട്ടില്ല. എങ്കിലും നമ്മളൊക്കെ രാഷ്ട്രീയ പാർട്ടിയിൽ എല്ലാവരും ഉണ്ടാവും. പക്ഷേ അതൊക്കെ നമ്മൾ ഇലക്ഷൻ വരുമ്പോൾ എടുക്കുക. മറ്റുള്ള സമയത്ത് നമ്മൾ സൗഹാർദ്ദത്തിന് വില കൊടുക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കണം. ഞാൻ ഈ കൂട്ടായ്മയിൽ നിന്ന് പഠിച്ചൊരു പാടാണ് ഈ വന്ന സമയത്ത്. കാരണം നമ്മൾ ചിന്തിക്കാത്ത കാര്യം പോലും നമ്മളെപ്പറ്റി പറഞ്ഞ് അത് നമ്മളടുത്ത് എത്തുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് എൻ്റെ ഏറ്റവും വലിയ വഴികാട്ടിയും എൻ്റെ ഏറ്റവും വലിയ മാർഗദർശി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ്. എൻ്റെ വളർച്ചയുടെ എല്ലാ പടവും ഞാൻ എൻ്റെ അമ്മാനെ നോക്കിയിട്ടാണ് കണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ അമ്മാനെ സാക്ഷി നിർത്തി പറയണം, ഞാൻ ഈ കൂട്ടായ്മയുടെ ഉള്ളിൽ ഒരു രാഷ്ട്രീയം ഇന്നേ വരെ കണ്ടിട്ടില്ല. കൂട്ടായ്മൻ്റെ മെമ്പർമാരുടെ ഉള്ളിലും ഞാൻ രാഷ്ട്രീയം കണ്ടിട്ടില്ല. നാട്ടുകാരാണ് ഇതിന് രാഷ്ട്രീയ കളറ് കൊടുക്കുന്നത്. ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയിൽ കഴിവും അതിന് ഒഴിവുമുള്ള ആൾക്കാരാണ് കൂട്ടായ്മയുടെ കമ്മിറ്റിയിൽ വരിക. അല്ലാതെ ആരെങ്കിലും ആട്ടണവനെ പിടിച്ച് തലപ്പത്തിരുത്തിയിട്ട് കാര്യമില്ല. ഇതിന് ഒഴിവുള്ള ആൾക്കാർ വേണം. രണ്ടാമത് ഇതിന് മണ്ടാൻ പറ്റിയ ആൾക്കാർ വേണം. അല്ലെങ്കിൽ ഇതിന് സാമ്പത്തികമായിട്ട് ചിലവാക്കാനുള്ള ആൾക്കാർ വേണം. അതല്ലാതെ ആരെങ്കിലും പിടിച്ച് പാർട്ടി ബേസിലല്ല കൂട്ടായ്മ ഉണ്ടാക്കേണ്ടത്. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ വളപുരത്തുള്ള എല്ലാ മെമ്പർമാരെയും ഒരേ നിരത്തി കണ്ട ഒരു കൂട്ടായ്മയാണ് UAE വളപുരം പ്രവാസി കൂട്ടായ്മ. കാരണം ഞങ്ങളെ മെമ്പർമാർക്ക് ഉറച്ചൊരു തീരുമാനമുണ്ട്, കൂട്ടായ്മൻ്റെ ഇടയിൽ രാഷ്ട്രീയമല്ല. ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞങ്ങളെ കൂട്ടായ്മ പ്രവർത്തകരെടുത്ത തീരുമാനം ഞങ്ങൾ പോലെ അത്ഭുതപ്പെടുത്തി. കാരണം ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളെ രാഷ്ട്രീയമല്ല വലുത്, ഞങ്ങൾക്ക് കൂട്ടായ്മ തന്നെയാണ് വലുത്. ആ ഒരു തീരുമാനം തന്നെയാണ് ഞങ്ങൾ ഓരോ തീരുമാനത്തിലും ഞങ്ങളെ വിജയം കണ്ടത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ UAE വളപുരം പ്രവാസി കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഒരു കളറോ അല്ലെങ്കിൽ ഒരു ജാതിയോ ഒരു മതമോ ഒന്നുമില്ല. ഇന്നലെ ആരൊക്കെയോ പറഞ്ഞ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കൂട്ടായ്മ അങ്ങനെ, അതൊന്നും ഞാൻ വിശദീകരിക്കണം. എല്ലാവരോടും ഞങ്ങൾ പറയണം, ഞങ്ങളെ കൂട്ടായ്മയിൽ ചിലപ്പോൾ ഞങ്ങളെ തീരുമാനങ്ങളിൽ ചില തെറ്റുകളൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. അതൊക്കെ നിങ്ങൾക്ക് ഞങ്ങളോട് വന്ന് പറയാം, നിങ്ങൾ ചെയ്തത് ശരിയായില്ല, നിങ്ങൾ ചെയ്ത ചില തീരുമാനങ്ങൾ തെറ്റാണ്. ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോട് പറയാൻ, നിങ്ങളെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരിക്കലും PDF തിണ്ണയിലോ പാർട്ടി ഓഫീസുകളിലല്ല ചർച്ച നടത്തേണ്ടത്. ഞങ്ങളോട് നേരിട്ട് പറയാം, ഞങ്ങളോട് ഞങ്ങളെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച് തരണം. കാരണം എന്തെങ്കിലും വീഴ്ചകളുടെ ഞങ്ങളോട് പറയണം. അപ്പം ഞങ്ങളെ തിരുത്താൻ ശ്രമിക്കുന്നല്ല, തിരുത്തും. രണ്ടാമത്, കൂട്ടായ്മ ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര കംപ്ലൈൻറ്റ്, എന്നെ ക്ഷണിച്ചില്ല, എന്നെ വിളിച്ചില്ല, ഞങ്ങളെ വീട്ടിൽ പറഞ്ഞില്ല, മെമ്പർമാരായിട്ട് UAEയിലുണ്ടല്ലോ, ഞങ്ങളൊരാളെയും തഴഞ്ഞിട്ടില്ല, ഒരാളെയും ഒഴിവാക്കിയിട്ടുമില്ല. ഞങ്ങൾ ഒഴിവാക്കിയവരെ പിന്നെ ഞങ്ങൾ എത്ര കണ്ട് ഞങ്ങൾ 10ഉം 15ഉം പ്രാവശ്യം അവരെ അടുത്തും അവരെ റൂമിലും അവരെ അടുത്തും പോയിട്ട്
ഞങ്ങൾ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ട് ഞങ്ങളോട് ഒരു സഹകരണം ഇല്ലാത്തവർ പിന്നെ ഞങ്ങൾ എത്ര കണ്ട് സഹകരിക്കാൻ നിങ്ങൾ പറയും. സഹകരിക്കുക മാത്രമല്ല, ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന മെമ്പർ പോലും ഒന്നോ രണ്ടോ ആളുകൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ മെമ്പർമാർ പറയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പറയും. അതൊരു രാഷ്ട്രീയത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ പേരിലോ അല്ല. വ്യക്തിപരമായ എന്തെങ്കിലും കാരണങ്ങളാണെങ്കിൽ എന്താണ് കൂട്ടായ്മേൻ്റെ പ്രശ്നം എന്ന് അവർ ഞങ്ങളോട് പറയണം. അങ്ങനെ ഒന്നോ രണ്ടോ ആളുകൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്ത ഓരോ പ്രശ്നങ്ങളാണ്. ഇസ്മായിലിനോട് ചോദിച്ചാൽ അതിൻ്റെ കൃത്യമായ വിവരം ഓൻ പറഞ്ഞു തരും. ഞാനല്ല അത് പറയുന്നുണ്ട്. കാരണം ഓനാണ് 5-8 പ്രാവശ്യം അയാളുടെ അടുത്തേക്ക് വണ്ടി ഓടിപ്പോയ ആൾ. അപ്പോൾ കൂട്ടായ്മേൻ്റെ തീരുമാനം ഒരിക്കലും എൻ്റെ തീരുമാനമോ അല്ലെങ്കിൽ വേറൊരാളെ തീരുമാനമല്ല. കൂട്ടായ്മേൻ്റെ തീരുമാനം കൂട്ടായ തീരുമാനമാണ്. കൂട്ടായ്മേൻ്റെ തീരുമാനം ഞങ്ങൾ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ തീരുമാനിച്ച് ഐക്യകണ്ഠേന പ്രഖ്യാപിച്ചതിന് ശേഷം പുറത്തു വിടലുള്ളൂ. അല്ലാതെ എൻ്റെ വ്യക്തിപരമായ തീരുമാനങ്ങളോ അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ വ്യക്തിപരമായ തീരുമാനങ്ങളോ പിന്നെ ഖജാൻജി ഇസ്മായിലിൻ്റെ വ്യക്തിപരമായ തീരുമാനങ്ങളൊന്നുമല്ല. കൂട്ടായ്മേൻ്റെ തീരുമാനം കൂട്ടായ തീരുമാനങ്ങളാണ് ഞങ്ങളെ എല്ലാ മെമ്പർമാർക്കും അറിയാം. അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ഞങ്ങളോട് വന്ന് പറഞ്ഞിട്ടുമുണ്ട്. അത് ഞങ്ങൾ തിരുത്തലുമുണ്ട്. പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ 13 ലക്ഷം രൂപയുടെ ചാരിറ്റി പ്രവർത്തനം ഞങ്ങൾ 3 കൊല്ലം കൊണ്ട് ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം അത് ഓരോ പ്രവർത്തകൻ്റെയും അധ്വാനത്തിൽ നിന്ന് ഒരു വീതം മാറ്റി വെച്ച് തന്നത് തന്നെയാണ്. അവരുടെ വിയർപ്പാണത്. ആ വിയർപ്പ് ഞങ്ങൾ നാളെ മത്സരയിൽ നിന്ന് കിട്ടും എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞങ്ങളത് ചിലവാക്കിക്കുന്നത്. അപ്പോൾ എവിടെയൊക്കെ ചിലവാക്കി എങ്ങനെയൊക്കെ ചിലവാക്കി എന്നൊന്നും ഞങ്ങൾ കണക്ക് സഹിതപ്പോൾ പറയണില്ല. അപ്പോൾ 13,03,000 രൂപ ഞങ്ങൾ ഏകദേശം ചിലവാക്കിയിട്ടുണ്ട്. പിന്നെ അബൂബക്കർ അസൈനാർ ഡോക്ടറെ പ്രസംഗത്തിൽ ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു? അതന്നെയാണ് ഈ കൂട്ടായ്മൻ്റെ ഏറ്റവും വലിയൊരു പ്രസക്തിയുള്ള ചോദ്യം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. എന്താണ് ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പ്രവാസികളെ സംബന്ധിച്ചോളം ഒരു ഗ്രോസറിയിൽ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ആൾ എന്ന് പറഞ്ഞാൽ 16 മണിക്കൂർ ജോലി ഉണ്ടാവും. ഇവിടെ എല്ലാവർക്കും അറിയാം. ഓന് 16 മണിക്കൂർ ജോലി ചെയ്തിട്ട് റൂമിലെത്തുക എത്ര മണിക്കൂറാണ്? 8 മണിക്കൂർ. ഈ 8 മണിക്കൂറിനുള്ളിൽ ഓൻ്റെ തിരുമ്പലും കൂലിയും ഭക്ഷണം ഉണ്ടാക്കലും കഴിയണം. ആ ഭക്ഷണം ഉണ്ടാക്കൽ ഇവിടെ വലിയ വീട് 3000-4000 സ്ക്വയർ ഫീറ്റ് കിടക്കുന്ന വീട് കയറ്റിയ ആൾക്കാരൊക്കെ ഒരു ചെറിയ ഇടുങ്ങിയ റൂം നമ്മളെ ആ